ഹലോ വെൽക്കം ബാക്ക് ടു ഐനസ് ക്രിയേഷൻസ് യൂട്യൂബ് ചാനൽ. നമ്മളിന്നൊരു പാർട്ടി വെയർ സ്കർട്ട് ആൻഡ് ടോപ്പാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഫാബ്രിക്കും റെഫറൻസും ഒക്കെ കസ്റ്റമർ തന്നെ ചൂസ് ചെയ്തെടുത്തായിരുന്നു. അപ്പം മെയിനായിട്ട് വരുന്ന ഫാബ്രിക്കും കാര്യങ്ങളും അതുപോലെ തന്നെ ലൈനിങ്, ക്യാൻ നെറ്റ്, അതുപോലെ തന്നെ നമ്മുടെ കോട്ടൻ്റെ ലൈനിങ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മുടെ ഡിസൈൻ വന്നിട്ട് ഇതുപോലായിരുന്നു. കറക്റ്റ് റെഫറൻസും കാര്യങ്ങളൊക്കെ കസ്റ്റമർ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചൊരു മെനക്കെട് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ആദ്യം തന്നെ കട്ട് ചെയ്ത് എടുക്കുന്നത് പേപ്പറിൻ്റെ അകത്താണ്. കാരണം നമ്മൾ തുണീൻ്റെ അകത്ത് കട്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ മൊത്തത്തിൽ അബദ്ധത്തിലാവാൻ പറ്റുന്ന ഒരു ഡിസൈനും കൂടിയാണ് കേട്ടോ ഇത്. ചെറിയൊരു മിസ്റ്റേക്ക് മതി ഒരു മൊത്തം ഫാബ്രിക്കിനെയും കോളാക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം ചെയ്തത് നമ്മുടെ പേപ്പറിലായിരുന്നു അതിൻ്റെ ഡിസൈനും കാര്യങ്ങളും കറക്റ്റ് മെഷർമെൻറ്റിൽ നമ്മൾ വരച്ചെടുത്ത ശേഷം കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞപ്പം ഇതുപോലുള്ളൊരു കർവ് നമുക്ക് നമ്മുടെ ഷോൾഡറിൻ്റെ ഭാഗത്ത് വരുന്നുണ്ട്. അതും നമ്മൾ കട്ട് ചെയ്ത് മരുന്ന് കറക്റ്റ് അളവിൽ കറക്റ്റ് ഏതൊക്കെ വശത്ത് വേണമെന്നുള്ളത് മാർക്കും കൂടി നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ താഴെ ഒരു പടിയും കൂടി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെയാണ് മെയിനായിട്ട് നമുക്ക് ആ ഒരു ഡാർട്ടും കാര്യങ്ങളെല്ലാം കൊടുക്കാനും ഉള്ളത്. അപ്പോൾ അത് നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ക്രീപ്പ് ലൈനിങ്ങിലേക്കാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. കുറച്ച് ലെങ്ത്ത് താഴത്തെ പടിക്ക് വേണ്ടതുകൊണ്ട് തന്നെ അതും നമ്മൾ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വിട്ടുപോയിട്ടുണ്ടായിരുന്നില്ല, കറക്റ്റായി നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ താഴെ നമ്മൾ ആ ഒരു ക്രീപ്പ് ലൈനിങ്ങിൻ്റെ ഇടയിൽ നമ്മളൊരു ക്യാൻവാസും കൂടി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ചൊരു കട്ടിയും കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ നീറ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് അത് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ മെയിൻ ഫാബ്രിക്കും കൂടി അതേ രൂപത്തിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിന് ശേഷമാണ് നമ്മൾ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളെല്ലാം സ്റ്റാർട്ടാക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. മെയിൻ ഫാബ്രിക്ക് നമ്മൾ തെന്നിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് മൊത്തത്തിൽ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷമാണ് നമ്മൾ അറ്റാച്ചിങ്ങും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ നമ്മൾ സ്കേർട്ട് അംബ്രല്ല ടൈപ്പിലാണ് നമ്മൾ കട്ട് ചെയ്തത്. അപ്പോൾ കട്ട് ചെയ്ത് നമ്മൾ ആ ജസ്റ്റ് ഒരു പാർട്ടീഷൻ ചെയ്ത് വരുന്ന ആ ഒരു ഭാഗത്ത് അത് കറക്റ്റ് കാണാതിരിക്കാൻ വേണ്ടി, അതായത് അങ്ങനെ ഒരു എക്സ്ട്രാ പീസ് വെച്ചത് കാണാതിരിക്കാൻ വേണ്ടി നല്ല രീതിയിലൊന്ന് എന്താ പറയുക പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സ്റ്റിച്ചിങ്ങോ കാര്യങ്ങളോ പെട്ടെന്ന് വിസിബിളായിട്ട് നമുക്ക് കാണില്ല. നമുക്കതൊന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്യൂഷൻ ടാപ്പും കൂടി യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ മെയിനായിട്ട് ആ ഒരു ഡ്രസ്സിലേക്ക് യൂസ് ചെയ്ത ഒരു ലേസും കൂടിയാണ് കേട്ടോ ഇത്. നമ്മുടെ സ്കേർട്ടിൻ്റെ ടോപ്പ് വശത്ത് നമ്മൾ ഇതൊരു പടിയായിട്ട് വരുന്ന രീതിയിലും കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഡ്രസ്സിലെ സ്ലീവിൻ്റെ എഡ്ജിലും നമ്മൾ ഈ സെയിം ലേസ് നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം അത് കുറച്ചൊന്ന് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ലേസിൻ്റെ അത്യാവശ്യം നമുക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതും കറക്റ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്കതിൻ്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നത് ഈ ഒരു ക്യാൻ നെറ്റ് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നുള്ളതായിരുന്നു. കാരണം ആ ഒരു സ്റ്റിഫ്നെസ്സും കാര്യങ്ങളും കൊണ്ട് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വരുന്നതിനനുസരിച്ച് കുറച്ച് ചെറിയൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. നമ്മൾ അതിൻ്റെ ആ എഡ്ജും കാര്യങ്ങളൊക്കെ സെക്യൂർഡ് ആക്കാൻ വേണ്ടിയിട്ട് സെയിം കോട്ടൻ്റെ ഫാബ്രിക്ക് ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട് നമ്മൾ ആ എഡ്ജും കാര്യങ്ങളൊക്കെ സെക്യൂർഡ് ആക്കുന്നത്. കാരണം ഇതിൻ്റെ മുകളിൽ വരുന്ന ക്രീപ്പിൻ്റെ ലൈനിങ് ആയാലും മെയിൻ ഫാബ്രിക്കിലായാലും ഈ ഒരു ക്യാൻ നെറ്റിൻ്റെ എഡ്ജസ് കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം അടിച്ചെല്ലാം കഴിഞ്ഞ ശേഷം ലെങ്ത്തും കാര്യങ്ങളെല്ലാം കറക്റ്റ് ആക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് എഡ്ജും കാര്യങ്ങളെല്ലാം അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം ഫൈനലി വരുന്നത് ഈ ഒരു രൂപത്തിലാണ് നമുക്കതിൻ്റെ സ്കേർട്ട് വന്നത്. അവർക്ക് സ്കേർട്ട് കുറച്ചൊരു ഫ്ലെയേർഡ് ആയിട്ട് നല്ല രീതിയിലൊരു പാർട്ടി വെയർ ലുക്കും കാര്യങ്ങളെല്ലാം കൊടുക്കണം എന്നുള്ള ഒരൊറ്റൊരു ആഗ്രഹം ഉണ്ടായതുകൊണ്ട് തന്നെ നമ്മളത് മെയിനായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം കസ്റ്റമർക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടി എടുത്ത കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെയാണ്. എങ്ങനെയാണ് ഫ്ലെയർ വരുന്നത്, എത്രത്തോളം കംഫർട്ടബിളായിട്ട് അത് നിൽക്കുന്നുണ്ട് എന്നൊക്കെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്തൊരു കുഞ്ഞു വീഡിയോ ആണ്. അപ്പോൾ എനിക്കും നല്ല രീതിയിൽ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു, കസ്റ്റമർക്കും നല്ല രീതിയിൽ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ടോപ്പ് പോർഷനും കസ്റ്റമർ പറഞ്ഞതിനനുസരിച്ച് തന്നെയാണ് നമ്മൾ സ്റ്റിച്ചാക്കിയിട്ടുണ്ടായിരുന്നത്. ബോട്ടം പോർഷൻ ഇത്രയും വരുന്ന അവരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു. ഫൈനൽ ലുക്ക് നമ്മൾ ഈ വീഡിയോൻ്റെ അവസാനം നമ്മൾ കൊടുക്കേണ്ട കസ്റ്റമർ ഇട്ടതിൻ്റെ. അപ്പോൾ അതിൻ്റെ ടോപ്പ് പോർഷനിൽ നമ്മൾ മെയിനായിട്ട് ആ ഒരു കട്ടിങ് പാറ്റേൺ മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. സ്റ്റിച്ചിങ് ഒക്കെ വളരെ എളുപ്പമായിട്ട് നമുക്ക് എല്ലാവർക്കും ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ.
അപ്പോൾ ആ ഒരു കട്ടിങ് പാറ്റേൺ ആണ് മെയിനായിട്ട് നമുക്ക് വരുന്നത്. അപ്പം നമ്മൾ ആ ഒരു ഡാർട്ട് പോയിൻറ്റും കാര്യങ്ങളെല്ലാം കറക്റ്റ് പിടിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് അത് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ പാക്കിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കസ്റ്റമർ അതിൻ്റെ റിവ്യൂവും കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. താങ്ക്